നമ്മുടെ മൊബൈലിൽ വളരെയധികം ഉപകാരപ്രദമാകുന്ന രണ്ട് പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് ആണ് ഇന്നത്തെ വീഡിയോ. ഒന്ന് ഗസ്റ്റർ മോഡ്, രണ്ട് വൺ ഹാൻഡ് മോഡ്. ഈ സെറ്റിംഗ്സ് ഒക്കെ നമ്മുടെ മൊബൈലിൽ എവിടെയാണുള്ളത്, എങ്ങനെ എനേബിൾ ചെയ്യാം, എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. എന്തൊക്കെ ഉപകാരങ്ങളാണ് ഈ ഒരു സെറ്റിംഗ്സിൻ്റെ അകത്തുള്ളത് എന്നൊക്കെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമുക്ക് മൊബൈലിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് നാവിഗേഷൻ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക. അങ്ങനെ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഗസ്റ്റർ ആൻഡ് നാവിഗേഷൻ എന്ന ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബട്ടൺസ് മോഡിലായിരിക്കും ഉണ്ടാകുക. താഴെ നിങ്ങൾ കാണാൻ സാധിക്കും ഹോം ബട്ടൺ, ബാക്ക് ബട്ടൺ, റീസെൻറ്റ് ബട്ടൺ. ആ മോഡിലായിരിക്കും ഉണ്ടാകുക. അതിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾ ഇവിടെ ഗസ്റ്റർ മോഡ് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ കാണിക്കും. ഇവിടെ ലേൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് സ്വൈപ്പ് ചെയ്യേണ്ടത് അത് ഇവിടെ നമുക്ക് കാണിച്ചു തരാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇതാ ഇടത്തു നിന്ന് വലത്തോട്ടേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതാ അങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഡൺ ആയിട്ടുണ്ട്. ഇനി വലത്ത് നിന്ന് ഇടത്തോട്ടേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും ഡൺ ആയിട്ടുണ്ട്. ഇനി താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് വിടാൻ വേണ്ടി കാണിക്കുന്നുണ്ട്. ഇതാ ഇതുപോലെ അതും ഡൺ ആയിട്ടുണ്ട്. ഇനി താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ കാണിക്കുന്നുണ്ട്. അതും ഡൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി താഴെയുള്ള ഹോം ബട്ടണിൽ നിന്നും വലത്തോട്ടേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് ഇതാ ഇവിടെ ഉള്ളത്. അതും ഡൺ ആയിട്ടുണ്ട്. സംഭവം ഇവിടെ എനബിൾ ആയിട്ടുണ്ട്. ഗസ്റ്റർ മോഡ് ഇവിടെ എനബിൾ ആയിട്ടുണ്ട്. ഇവിടെ ബട്ടൺസ് മോഡ് ഇനി കാണാൻ സാധിക്കില്ല. ഇനി എങ്ങനെ നമുക്ക് ബാക്ക് വരാൻ സാധിക്കും? അതിനായിട്ട് വലത്തുനിന്ന് ഇടത്തോട്ടേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, ബാക്ക് വരാൻ സാധിക്കും. ഇനി റീസെൻറ്റ് ബട്ടൺ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും? താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് റീസെൻറ്റ് ബട്ടൺ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് എളുപ്പ വഴികളാണ് ഈ ഒരു ഗസ്റ്റർ മോഡിൽ ഉള്ളത്. ഇത് എനേബിൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് വൺ ഹാൻഡ് മോഡ് ഉപയോഗിക്കാൻ സാധിക്കുക. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ സെർച്ച് ബാറിൽ വൺ എന്ന് മാത്രം ടൈപ്പ് ചെയ്യുക. വൺ ഹാൻഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കില്ല. വൺ എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. താഴേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ വൺ ഹാൻഡ് മോഡ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എനബിൾ ആയിരിക്കും. കാരണം നമ്മൾ നേരത്തെ ഗസ്റ്റർ മോഡ് എനബിൾ ആയതുകൊണ്ടാണ് ഇത് എനബിൾ ആയിട്ട് നമുക്ക് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഓഫിലാണെങ്കിൽ ഓൺ ചെയ്യുമ്പോൾ ഗസ്റ്റർ മോഡ് എനബിൾ ചെയ്യാൻ വേണ്ടി കാണിക്കും. ഓക്കെ, ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. മുമ്പ് ഹോം ബട്ടൺ ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലത്ത് ടച്ച് ചെയ്തിട്ട് താഴേക്കൊന്ന് വലിച്ചാൽ മതി. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാനിവിടെ ടച്ച് ചെയ്തു, താഴേക്കൊന്ന് വലിച്ചു. ദാ ഇവിടെ ഡിസ്പ്ലേ ചെറുതായിട്ടുണ്ട്. ഒരു കൈ കൊണ്ട് ഉപയോഗിക്കാം. ഇനി ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ അത് വലുതായിട്ടും ഉപയോഗിക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ഹോം സ്ക്രീനിൽ അതൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഹോം സ്ക്രീൻ എടുത്തിട്ടുണ്ട്. ദാ ഹോം ബട്ടൺ ഉള്ള ആ ഒരു സ്ഥലത്ത് ടച്ച് ചെയ്തു, ഞാൻ താഴേക്ക് വലിക്കുകയാണ്. ഓക്കെ, കണ്ടോ ഇവിടെ ഡിസ്പ്ലേ ചെറുതായിട്ടുണ്ട്. ഒരു കൈ കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം. പല സന്ദർഭത്തിലും നമുക്ക് ഒരു കൈകൊണ്ട് മൊബൈൽ മൊത്തത്തിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്തിടുന്നത് വളരെയധികം നല്ലതായിരിക്കും. അതിനായിട്ട് നേരത്തെ കണ്ട ആ ഒരു ഗസ്റ്റർ മോഡ് നമ്മൾ എനേബിൾ ചെയ്താൽ മാത്രമേ വൺ ഹാൻഡ് മോഡ് നമുക്ക് എനേബിൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ മൊബൈലിലും ഇങ്ങനെയുള്ള സെറ്റിംഗ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനേബിൾ ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. പല സന്ദർഭത്തിലും നിങ്ങൾക്കിത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.